നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വടക്കനാഥന്റെ മുന്നിൽ നിന്നാണ് ഇന്നത്തെ സ്പോട്ട് ലൈവ്. ശക്തന്റെ മണ്ണിലേക്ക് സ്പോട്ട് ലൈവ് എത്താൻ കാരണമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുത്തു തെളിയിക്കാൻ നാളെ ഈ മണ്ണിലേക്ക് എത്തുകയാണ്. ബിജെപിയുടെ മഹിളാ സംഗമത്തിൽ 2 ലക്ഷത്തോളം വനിതകളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തിന്റെ വരവിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലാണ് തൃശൂർ നഗരം. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ തൃശൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. എന്താണ് അദ്ദേഹത്തിന്റെ വരവിന്റെ ലക്ഷ്യം? ഈ വിഷയമാണ് ഇന്ന് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. എനിക്കൊപ്പം സ്പോട്ട് ലൈവിൽ CV അനുമോദും S വിനേഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തുന്നു. അതായത് 2024 ആദ്യമായി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുകയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJP ഒരുങ്ങുമ്പോൾ ഇത് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയായി തന്നെ നമുക്കിതിനെ ഒരുപക്ഷെ കാണേണ്ടി വരും. അദ്ദേഹത്തിന്റെ വരവിന്റെ ലക്ഷ്യം എന്തായിരിക്കും? ഒരുപക്ഷെ പല പ്രഖ്യാപനങ്ങളും, അപ്രതീക്ഷിതമായ പല പ്രഖ്യാപനങ്ങളും, അതല്ലെങ്കിൽ ഒരുപക്ഷെ കേരളം പ്രതീക്ഷിക്കുന്ന സുരേഷ് ഗോപിയെ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാമോ? ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു തുടക്കം മാത്രമാണെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേന്ദ്ര നേതാക്കളുടെ വലിയ ഒരു സംഘം ഇനി പല ഇടവേളകളിലായി കേരളത്തിലുണ്ട്. കാരണം കേരളത്തിൽ മുൻപൊന്നും നമ്മൾ BJPയിൽ നിന്ന് കാണാത്തത്ര വലിയ ശക്തമായ ഒരു പ്രചരണമാണ് ഇനിയുള്ള ദിവസങ്ങൾ നടക്കാൻ പോവുക. ഇന്ന് രാവിലെ MT രമേഷുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജനുവരി അവസാനം K സുരേന്ദ്രന്റെ പദയാത്ര, ഒരു സംസ്ഥാന യാത്ര തുടങ്ങുകയാണ്. ആ യാത്രയിൽ എല്ലാ കേന്ദ്ര നേതാക്കളും വിവിധയിടങ്ങളിൽ വെച്ച് ഈ യാത്രയുടെ ഭാഗമായിട്ട് അണിചേരും. തുടർന്ന് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. അതായത് ഇത് കേളികൊട്ടാണ് എന്നാണ് BJPക്കാരുടെ ഭാഷയിൽ പറയുന്നത്. ഇത് ഇവിടുന്ന് തുടങ്ങുകയാണ്. എന്തുകൊണ്ട് തൃശ്ശൂർ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരവുണ്ട്. കാരണം കേരളത്തിൽ മറ്റെവിടെയും BJPക്ക് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് ഈ ഘട്ടത്തിൽ എടുത്തു പറയാൻ കഴിയുകയില്ല. സുരേഷ് ഗോപി ആണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ഈ തൃശ്ശൂരിൻ്റെ ഓരോ പ്രശ്നങ്ങളിലും തൻ്റേതായ വ്യക്തിപരമായ രീതിയിലും നേതാവെന്ന രീതിയിലൊക്കെ ഒരുപാട് ഇടപെടൽ നടത്തി വലിയ ഒരു തരംഗം ഉണ്ടാക്കുമെന്നൊരു പ്രതീക്ഷ BJPയിൽ നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ്. BJPക്ക് വേണ്ടി ഇന്നിപ്പോൾ പീഡിക പറമ്പ് ഭാഗത്ത് ചുമരെഴുത്ത് തന്നെ തുടങ്ങിയത് BJP വിജയിപ്പിക്കുക എന്ന് പോലും പറഞ്ഞു. അപ്പോൾ അത്രമാത്രം ഒരു ഓളം BJP ഈ തൃശ്ശൂരിൽ ഉണ്ടാക്കുന്നു എന്ന് BJP നേതൃത്വം കരുതുന്നു. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ സാന്നിധ്യം, അത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലരായ നേതാക്കന്മാരിൽ ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ വരവ് അതുകൊണ്ട് തൃശ്ശൂരിൽ കേരളത്തിൽ മറ്റെവിടെയും കാണാത്തത്ര വലിയ തരംഗം ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ കാണാൻ പോകുന്നത് ആളൊരു പൂരത്തിലുള്ള ആളുകളെയാണ്. 2 ലക്ഷം സ്ത്രീകളെ അണിനിരത്തുന്ന സദസ്സ്, 1 ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുക്കുന്ന റോഡ് ഷോ, തൃശ്ശൂർ പൂരത്തിന് സമാനമായ തിരക്കായിരിക്കും നാളെ നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു പരിപാടികൾ വിശദാംശങ്ങൾ പോകുമ്പോൾ 2 മണിക്ക് പ്രധാനമന്ത്രി നാളെ കുട്ടനല്ലൂർ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങും. അതിനുശേഷം അദ്ദേഹം റോഡ് മാർഗം സ്വരാജ് റൗണ്ടിലെത്തുന്നു. ജില്ലാ ആശുപത്രി മുതൽ നായ്ക്കനാൽ വരെയുള്ള ദൂരം, അതായത് നമ്മളെ മുന്നിൽ കാണുന്ന ഇത്രയും ദൂരം, 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ആണ് ഓപ്പൺ ജീപ്പിൽ. പ്രത്യേക വാഹനം, ഗുജറാത്തിൽ നിന്നുള്ള വാഹനമാണ് കൊണ്ടുവരുന്നത് പോലീസ് പറയുന്നത്. അതിൽ നരേന്ദ്രമോദി ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് 1 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കും. ഈ റോഡ് ഷോയുടെ കൂടെ തന്നെ പ്ലോട്ടുകളുണ്ടാകും, മറ്റ് കലാരൂപങ്ങളുണ്ടാകും. എങ്ങനെയെല്ലാം ഇതിനെ ആകർഷണീയമാക്കാൻ കഴിയും അതെല്ലാം ചെയ്യുമെന്നാണ് BJP നേതൃത്വം ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ നാളത്തെ ഈ മഹിളാ സംഗമത്തിൽ 2 ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്നു. റോഡ് ഷോയിൽ മാത്രമാണ് പുരുഷന്മാർക്ക്, അതായത് BJP പ്രവർത്തകർക്കടക്കം പങ്കെടുക്കാനുള്ള അവസരമുള്ളത്. എന്തുകൊണ്ടായിരിക്കാം BJP ഈ സ്ത്രീകളെ ലക്ഷ്യമിട്ട്, അതായത് വനിതാ ബില്ല് ഇത് പ്രാബല്യത്തിൽ വന്ന ശേഷം, അത് പാസാക്കിയ ശേഷമുള്ള ആദ്യത്തെ ഒരു പരിപാടി, കേരളത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ഒരു പൊതുപരിപാടി, ഈ സ്ത്രീ വോട്ടർമാരെ കൃത്യമായും ലക്ഷ്യമിട്ടുള്ള നീക്കം അത് BJPക്ക് ഗുണം ചെയ്യുമോ? 2 കാര്യങ്ങളിൽ പറയേണ്ടത്. ഒന്ന്, BJPക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന രീതിയിൽ ഇപ്പോൾ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ മഹിളാ വോട്ടർമാർക്ക് അവർ BJPയോടുള്ള, മോദിയോടുള്ള നന്ദി സൂചകമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, അതിൽ മോഡി വരുന്നു എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപ് തന്നെ അതിലൊരു പ്രചാരണം നടത്താൻ BJPക്ക് സാധിക്കുന്നു. ഈ പറയുന്ന പരിപാടിയിലേക്ക് BJP മഹിളാ മോർച്ചക്കാർ മാത്രമല്ല, നേരത്തെ പറഞ്ഞത് തെരഞ്ഞെടുത്ത 10,000-ഓളം പേര് വേറെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ BJPക്കാരല്ല എന്നാണ് പറയുന്നത്. അതിലിപ്പോൾ നടി ശോഭനയുണ്ട്, ബീന കണ്ണനുണ്ട്, അതേപോലെ വൈക്കം വിജയലക്ഷ്മിയുണ്ട്, എന്നിട്ട് നമ്മൾ മറിയക്കുട്ടിയമ്മ അവരെ അതിൽ പങ്കാളികളാവുന്നുണ്ട്. അപ്പോൾ അവർ അത്രയും ഇതൊരു
പാർട്ടി പരിപാടി എന്നതിനപ്പുറം സ്ത്രീകളുടെ ഒരു പരിപാടിയായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി BJP നിലകൊള്ളുന്നു എന്നൊരു മെസ്സേജ് കൊടുക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കറിയാം സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞു കേട്ട് ഇവിടെ വളരെ പഴക്കമായതാണ്. സുരേഷ് ഗോപിക്ക് സ്ത്രീകളുടെ ഇടയിൽ ഒരു ഇമേജ് ഉണ്ട് എന്നാണ് BJP കരുതുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രചാരണം കാണുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്നത് സ്ത്രീകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ സുരേഷ് ഗോപിയെ കാണാനും തരത്തിൽ പരിചയപ്പെടാനും സ്നേഹം പങ്കുവയ്ക്കാനൊക്കെ നമ്മൾ വളരെയധികം കാണുന്നത്. അത് വിമർശനാത്മകമായിട്ട് പറയുന്നവരുണ്ട്, അതുകൊണ്ടുണ്ടായ പുലിവാലിൽ വേറെയുണ്ട്, അതോടെ നിൽക്കട്ടെ. എങ്കിൽ പോലും സ്ത്രീകളുടെ ഇടയിൽ സുരേഷ് ഗോപിക്കുള്ള ഒരു പ്രതിച്ഛായ ഉണ്ട് എന്ന് കരുതുന്ന BJP കരുതുന്ന പ്രതിച്ഛായ, അത് പ്ലസ് നരേന്ദ്രമോദിയുടെ സന്ദർശനം, ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് ഡോസായിട്ട് BJPക്ക് നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് സ്ത്രീകൾ എന്ന് വെച്ചാൽ സ്ത്രീകളിലാൾക്കാണ് നരേന്ദ്രമോദി. ഉത്തരേന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ഉത്തരേന്ത്യയിലെ വികസനം പലപ്പോഴും തമാശയാണ്. എല്ലാ വീട്ടിലും കക്കൂസോ അല്ലെങ്കിൽ എന്താണ് ഗ്യാസ് അടുപ്പ് എന്തിന്, ഇതൊക്കെ നമുക്ക് മുൻപേ ഉള്ള വികസനങ്ങളാണ് ഇവിടെയൊക്കെ. പക്ഷേ ഉത്തരേന്ത്യയിലെ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് അവിടുത്തെ ഓരോ സ്ത്രീകൾക്കും അനിവാര്യമായ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ എത്തിച്ചുകൊണ്ടാണ് BJP ഉത്തരേന്ത്യയിൽ പ്രചാരണം നടത്തുന്നത്. അതായത് അടുക്കളയിലേക്ക് ഇറങ്ങിച്ചെന്ന് വികസനത്തിൻ്റെ കാര്യങ്ങൾ പറയുക എന്ന രീതിയിൽ സ്വാഭാവികമായ രീതിയിലാണ് ഇവിടെ സ്ത്രീകളെ കൂടുതൽ കൂട്ടിച്ചേർത്ത് കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത്തരത്തിൽ അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും അതിലുപരി സുരേഷ് ഗോപി എന്ന താരത്തിൻ്റെ ആ ഒരു താരമൂല്യം അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിൽക്കുന്നവരെ കൂടി ഒപ്പം നിർത്താനും ഒരു കാരണമാകുമെന്ന് BJP നേതൃത്വം. തീർച്ചയായും, കാരണം വിനേഷ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളുടെ വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമല്ല എവിടെയും നിർണായകമാണ്. അതോടൊപ്പം തൃശ്ശൂരിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം വിനേഷ്, ഇവിടുത്തെ ന്യൂനപക്ഷ, പ്രത്യേകിച്ചും ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു വോട്ടാണ്. അത് ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്താൻ വേണ്ടി പല ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയപ്പോൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ക്രിസ്മസിനോടനുബന്ധിച്ച് കെ സുരേന്ദ്രൻ ഓരോ വീടുകളിലും കയറി സന്ദർശനം നടത്തി ക്രൈസ്തവ വിശ്വാസികളുടെ ഒരു വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ക്രിസ്മസ് വിരുന്നൊരുക്കിയത്, അത് പിന്നീട് കേരളത്തിലേറെ ചർച്ചയായതാണ്, വിവാദമായതാണ്. മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയൊക്കെ അത് പിന്നീട് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്ന രീതിയിൽ, അതായത് അല്പമെങ്കിലും അദ്ദേഹത്തിന് മയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും അല്പസമയം മുമ്പ് അദ്ദേഹം തന്റെ നിലപാടിൽ, അത് തന്റെ വ്യക്തിപരമായ നിലപാടാണ്, പാർട്ടിയുടെ നിലപാടല്ല എന്ന്, അതായത് ക്രൈസ്തവ വിശ്വാസികൾ വലിയ രീതിയിൽ അതിന്റെ അതിർത്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ പോലും കണ്ടതാണ്, BJPക്ക് ഒരു വിന്നിംഗ് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് ക്രൈസ്തവ വിശ്വാസികളിലെ ചില ആത്മായ സംഘടനകളിൽപ്പെട്ട ആളുകൾ പോലും പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത്തരമൊരു വിന്നിംഗ് പോസിബിലിറ്റി നിലവിലുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, കോൺഗ്രസും BJP, അതായത് സുരേഷ് ഗോപിയും തമ്മിലുള്ള, TM പ്രതാപനും സുരേഷ് ഗോപിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 10% മാത്രമായിരുന്നു. ഈ 10% തന്നെയായിരിക്കും, അതായത് സ്ത്രീകൾ, മറ്റൊന്ന് ഈ പറയുന്ന ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഈ രണ്ടും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ സ്ത്രീകൾക്കൊപ്പം ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടി സ്വാധീനിക്കാൻ കഴിയുമെന്നൊരു BJP കണക്ക് കൂട്ടുന്നുണ്ടോ? തീർച്ചയായും BJPയുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം അതുതന്നെയാണ്. പക്ഷേ ഈ ക്രൈസ്തവ വോട്ടുകൾ വ്യാപകമായി തന്നെ BJPക്ക് ലഭിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് സ്ത്രീകളുടെ വോട്ടാണ്. നമുക്കറിയാം, സ്ത്രീകളുടെ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പോൾ ഈ വനിതാ ബില്ല് പാസ്സാവുന്നു, അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് വരികയാണെങ്കിൽ അത് സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഗുണകരമാവും എന്നൊക്കെ BJP ഉയർത്തിക്കാട്ടുന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷേ അത് എത്രത്തോളം പൂർണ്ണമായും വോട്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, കേരളം കൃത്യമായ അടിമുടി പൊളിറ്റിക്കലായ മനുഷ്യന്മാരാണ്. ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കൃത്യമായ രാഷ്ട്രീയമുണ്ട് അവർക്ക്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പോലെ ഒരാളെ ഇറക്കിക്കഴിഞ്ഞാൽ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ BJPക്ക് അകത്തുണ്ട്. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. കാരണം ഈ ക്രൈസ്തവ സഭ, കത്തോലിക്ക മാത്രമല്ല, മറ്റുള്ള ഓർത്തഡോക്സ് ഉണ്ട്, യാക്കോബായ ഓർത്തഡോക്സ് 2 വിഭാഗങ്ങളുണ്ട്, മറ്റുള്ള വിഭാഗങ്ങൾ, പെന്തക്കോസ് പോലുള്ള വിഭാഗങ്ങളുണ്ട്. ഇവരുടെ എല്ലാം തന്നെ വോട്ടുകൾ വ്യാപകമായി തന്നെ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന വോട്ടുകളെല്ലാം തന്നെ BJPയുടെ പെട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം, അത് എത്രത്തോളം സാധിക്കും എന്നുള്ളത് കണ്ടറിയണം. കാരണം മണിപ്പൂർ പോലുള്ള വിഷയങ്ങളിൽ BJP എടുത്തിരിക്കുന്ന ഇരട്ടത്താപ്പുണ്ട്. അവിടെ ഇപ്പോൾ മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നു, നാളെ അത് കഴിയുമ്പോൾ ക്രിസ്ത്യാനികളായിരിക്കും ഒരു പക്ഷേ അവർ ലക്ഷ്യം വെക്കുക എന്നുള്ള പ്രചാരണം ഇപ്പോൾ UDF നടത്തുന്നുണ്ട്, LDF നടത്തുന്നുണ്ട്. ഇത് കേരളം പോലുള്ള സ്ഥലത്തെ ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും BJPയിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ ഒരു കാരണമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രധാനമായും നമ്മൾ പ്രതീക്ഷിച്ചത് വയനാട് പോലുള്ള സ്ഥലത്ത്, രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട് പോലുള്ള ഒരു സ്ഥലത്തായിരിക്കും BJP അല്ലെങ്കിൽ
അല്ലെങ്കിൽ അവിടെയായിരിക്കും അവർ ഇത്തരത്തിലൊരു നീക്കം നടത്തുകയെന്ന്. പക്ഷേ അതല്ല നടന്നത്, മറിച്ചത് തൃശ്ശൂരിലാണ്. അതിന് കാരണം ഒന്ന് സുരേഷ് ഗോപി തന്നെയാണ്. BJP സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എടുത്തു കാണിക്കാൻ പറ്റിയ ഒരൊറ്റ നേതാവ് പോലും കേരളത്തിലില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് സുരേഷ് ഗോപി എന്ന സ്റ്റാർഡം കൃത്യമായി ഉപയോഗിക്കപ്പെടാൻ കഴിയും. അയാളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്, അയാളുടെ സിനിമയിൽ അയാൾ ചെയ്തിരിക്കുന്ന വേഷങ്ങൾ, അയാൾ അനീതിക്കെതിരെ പോരാടുന്ന അത് ഒരു പരിധിവരെ നമ്മുടെ അകത്തളങ്ങളുടെ സ്ത്രീകളെ സ്വാധീനിക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അരാഷ്ട്രീയമായി ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകളുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ നമുക്ക് വേണമെങ്കിൽ പറയാം BJPയുമായി അല്ലെങ്കിൽ മോദി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്കാ ഒരു സംഘപരിവാറിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും അത്തരം ആളുകൾക്ക് വേണമെങ്കിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു സുരേഷ് ഗോപി എന്ന ആ ഒരു കൾട്ട് ഫിഗറിനെ കൃത്യമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് തൃശ്ശൂരിൽ നിന്നുള്ളൊരു ക്യാമ്പയിൻ, ഇതിനെ നമ്മൾ തൃശ്ശൂർ എന്നുള്ള രീതിയിൽ മാത്രം ഒതുക്കി കാണേണ്ടതില്ല. ഇത് കേരളം ഒട്ടാകെ പടർന്ന് പന്തലിക്കാൻ പറ്റുന്ന വഴികൾ നോക്കുകയാണ് ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേരത്തെ അനുമോദ് സൂചിപ്പിച്ച പോലെ തന്നെ വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള കേന്ദ്ര നേതാക്കളും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ കേരളത്തിൽ പ്രചാരണത്തിനെത്തും. പക്ഷേ ഈ 20 മണ്ഡലങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൽ BJPക്ക് വലിയൊരു പിന്തുണ മറ്റുള്ള സഖ്യങ്ങളൊന്നും തന്നെ ഇല്ല. UDFും LDFും എല്ലാം കൊണ്ടും ശക്തമാണ് ഇവിടെ. ഇങ്ങനൊരു സാഹചര്യത്തിൽ BJP പോലുള്ള സംഘടനയ്ക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിന്നാൽ ഈ 20 മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യത വിരളമാണ്. പക്ഷേ വിനേഷ്, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ, അതായത് സുരേഷ് ഗോപി രംഗപ്രവേശം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം അദ്ദേഹം പക്കാ രാഷ്ട്രീയക്കാരനായി തൃശ്ശൂരാണ് അവതരിച്ചത്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 5 വർഷം അദ്ദേഹം ഇവിടെ ലൈവായിരുന്നു. ഈ തൃശ്ശൂരിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. പൂരത്തിനടക്കം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആളുകളുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ BJP, അതായത് കഴിഞ്ഞ വർഷത്തെ ആ ഒരു 10% വോട്ട് വ്യത്യാസം മാത്രമാണുള്ളത്. അത് 27% ഇവിടെ 27-30% ഈഴവ വോട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ, അതായത് പിന്നീടൊരു നിർണായകമായ വോട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ്. ഇത് ആ ജാതി വോട്ടുകളൊക്കെ മാറ്റി നിർത്താം. അതല്ലെങ്കിൽ പോലും സുരേഷ് ഗോപിക്ക് 5 വർഷം മുൻപുള്ള സ്വീകാര്യതയിൽ ഒരു വർധനമുണ്ടായി എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു വർഷം നമുക്കറിയാം ഈ കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നൊരു സംഭവം, പിന്നീടത് കേസായതൊക്കെ അതൊക്കെ അദ്ദേഹത്തിന് നേരെയുള്ള ഒരു രാഷ്ട്രീയ വേട്ടയാടലാക്കി ആ രീതിയിൽ BJP വ്യാഖ്യാനിക്കുന്നുണ്ട്, ആ രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്ത്, അതായത് സുരേഷ് ഗോപിയെ ഒരു മുഖ്യ എതിരാളിയായി ഇടതുപക്ഷം കാണുന്നു. ആ രീതിയിലൊക്കെ സുരേഷ് ഗോപി ഒരു താരപരിവേഷത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ഇതൊക്കെ കാരണമായോ? വേറൊരു കാര്യം കൂടെ ഉണ്ട് ടോം. ഈ സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുന്നുണ്ട് BJPയുടെ നേതൃത്വത്തിൽ, കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശപ്രകാരമല്ലാതെ സുരേഷ് ഗോപി എത്തുന്നത് BJPയുടെ ഒരു സംസ്ഥാന നേതൃത്വത്തിന് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. കാരണം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വിഭാഗീയതയുള്ള പാർട്ടിയാണ് BJP. ആ വിഭാഗീയത ഒരു പരിധിവരെ സുരേഷ് ഗോപിയെ പോലെ ഒരാളെ വേണം എന്ന് കേന്ദ്രത്തിന് തോന്നാൻ തന്നെ കാരണം ഇതാണ്. ഇപ്പോൾ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്കറിയാം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാറ്റും എന്നുള്ളൊരു ഘട്ടത്തിൽ മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിലേക്കൊന്നും പോയില്ല. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു കാര്യം പറയുന്നത്, കേരളത്തിൽ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാ കാലങ്ങളിലും തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാറുണ്ട്, ഭരണവിരുദ്ധ വികാരം. അത് ഒരു പരിധിവരെ ആളുകൾക്കിടയിൽ ഇപ്പോൾ ഈ പിണറായിയുടെ രണ്ടാമതും പിണറായി വന്നതോടുകൂടി ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അറിയാം മറിയയുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതിലെല്ലാം തന്നെ വലിയൊരു അതൃപ്തി വലിയൊരു വിഭാഗത്തിനുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ അടിമുടി പൊളിറ്റിക്കലായ മനുഷ്യന്മാരാണെങ്കിൽ പോലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിൽ വീഴാതെ മാറി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ വോട്ട് ഒരു പക്ഷേ ലഭിക്കും എന്നൊരു പ്രതീക്ഷ BJPക്കുണ്ട്. അത് സുരേഷ് ഗോപിയെ പോലുള്ള ഒരാളെ, അയാളുടെ സ്റ്റാർഡും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു കൾട്ട് ഫിഗറിനകത്ത് അത്തരം വോട്ടുകൾ വരും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ നിന്നാണ് ഇപ്പോൾ മോദിയുടെ ഈ ഒരു സന്ദർശനവും ഇത് തുടർന്ന് കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാവുന്ന ക്യാമ്പയിൻ. കാരണം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അവർ 3ാം തവണയും കേന്ദ്രത്തിൽ ഒരുപക്ഷെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ സർവ്വസന്നാഹങ്ങളെ ഒരുക്കി കേരളം പിടിക്കുക എന്നുള്ള ലക്ഷ്യം അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കുമുണ്ട്. അതിൻ്റെ ഒരു ആദ്യഘട്ടം തന്നെയാണ് ഇവിടെ തുടങ്ങുന്നത്. വ്യക്തമാണ്. അനുമോദ്, നമുക്കറിയാം നാളത്തെ ഈ പരിപാടി, അതായത് വനിതകൾ മാത്രമാണ് ഈ മഹിളാ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ആ വേദിയിൽ ആരൊക്കെയായിരിക്കും ഉണ്ടാവുക? അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം കൂടി നമുക്ക് പ്രതീക്ഷിക്കാമോ? ഒന്നത്. രണ്ടാമത്തൊരു കാര്യം, പ്രത്യേകിച്ചും നമുക്കറിയാം CBCIയുടെ അധ്യക്ഷൻ തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്താണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള
ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച കൂടി ഉണ്ടാകുമെന്ന് ആ രീതിയിൽ തുടക്കത്തിലൊരു ഒരു പ്രചരണം ഉണ്ടായിരുന്നു, മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന്. അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ BJP നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, നാളെ പ്രധാനമന്ത്രിക്കൊപ്പം സംസ്ഥാന തല നേതാക്കളും BJPയുടെ കോർ കമ്മിറ്റി നേതാക്കളുമായിരിക്കും ഉണ്ടാവുക വേദിയിൽ എന്നാണ് പറയുന്നത്. കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന നേതാക്കളും ബാക്കിയുള്ളവരൊക്കെ മഹിളാ നേതാക്കൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക, മഹിളാ മോർച്ചയിലൊക്കെ. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ച ചില സംഘടനകളുണ്ട്. അത് ആരൊക്കെയാണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജാതി സമുദായ സംഘടനകളാണ് എന്നുള്ളവരാണ്. അവരുമായി ഈ സമയം ചോദിച്ചവർക്ക് അവരുമായുള്ള കൂടിക്കാഴ്ച ഒരു പക്ഷേ ഈ വേദിയോട് ചേർന്ന് തന്നെ PM-ന്റെ ഓഫീസ് താൽക്കാലികമായിട്ട് സജ്ജീകരിക്കുന്നുണ്ടാവും, അദ്ദേഹത്തിന് വിശ്രമിക്കാനും അല്ലെങ്കിൽ ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ വെച്ചായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും നമുക്ക് ഈ ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ടോ ആരെങ്കിലും ഇങ്ങനെ ഒരു ഇടത്ത് കൂടിക്കാഴ്ചയ്ക്ക് വരും എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്കത് ഒരു സ്ഥിരീകരണം ലഭിച്ച കാര്യമല്ല. രണ്ട് കാര്യങ്ങളുണ്ടായാലും, ഒന്നാമത് വനിതാ സമ്മേളനമാണ്. ആ ഒരു വനിതാ സമ്മേളനത്തിൻ്റെ വേദിയിലേക്ക് ബിഷപ്പുമാർ പരസ്യമായിട്ട് വന്ന് ഒരുപക്ഷെ മോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് കരുതാനാകില്ല. ഇനി മറ്റൊരു പോസിബിലിറ്റി ഉള്ളത്, ഒന്നുകിൽ ഏതെങ്കിലും എയർപോർട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഇവിടെ വരുന്നതിന് മുൻപോ ഇവർ വന്നു പോയതിന് ശേഷമോ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ വെച്ച് അത് പ്രധാനമന്ത്രിയുടെ സൗകര്യപ്രദമായ ഒരു സാഹചര്യത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ട്, ഇല്ലെന്ന് തള്ളിക്കളയാനാകില്ല. പക്ഷേ ഇന്നും ബിഷപ്പ് ഇവിടെ ഇല്ല എന്നാണ് ഞാൻ അറിയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല. രണ്ട് കാര്യങ്ങൾ, ഒന്ന് കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത ഉണ്ടെങ്കിൽ ഒന്നുകിൽ തൃശ്ശൂരിന് പുറത്ത് എവിടെയെങ്കിലും വെച്ചായിരിക്കും. രണ്ടാമതായിട്ട് ഈ ഒരു പരസ്യമായ ഒരു വേദിയിലേക്ക് എന്താണെങ്കിലും ബിഷപ്പ് ഹൗസിൽ നിന്ന് ഒരാൾ വരുന്ന, പ്രത്യേകിച്ച് ഒരു മഹിളാ സംഗമ വേദി ആയതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സാമുദായിക സംഗമ വേദിയാണെങ്കിലോ അവർക്ക് വരുന്നതിന് കുറെ കൂടി സ്വാതന്ത്ര്യം ഉണ്ടാകും. പക്ഷേ ഒരു മഹിളാ സമ്മേളന വേദിയിലേക്ക് ബിഷപ്പ് എത്തുമ്പോൾ അത് ഒരുപാട് പേരോട് വിമർശനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് വിശദീകരണങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നതെന്ന് BJPയും അങ്ങനെ ഒരു ഇത് താല്പര്യപ്പെടുന്നുണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതിലൊരു വലിയ ഫാക്ടർ ആരെല്ലാമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നതിനൊപ്പം ആരെല്ലാം മോദിയുമായിട്ട് അങ്ങോട്ട് കൂടിക്കാഴ്ചയ്ക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ NSSും SNDPക്കും അതുപോലെയുള്ള സംഘടനകളാണെങ്കിലും സ്വാഭാവികമായിട്ടും അതും വളരെ ഫാക്ടറാണ്. ഈ തൃശ്ശൂർ പോലെ ഒരു ജില്ലയിൽ SNDPക്ക് നല്ല സ്വാധീനമുണ്ട്, NSSന് തൃശ്ശൂർ ടൗണിൽ NSSന് സ്വാധീനമുണ്ട്. അപ്പോൾ കാലങ്ങളായിട്ട് സമദൂര നിലപാട് സൂക്ഷിക്കുന്നവരും അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടടുത്ത് നിലപാട് സൂക്ഷിക്കുന്നവരൊക്കെ പ്രധാനമന്ത്രി വരുമ്പോൾ നേരിട്ട് കണ്ട് ഒരു കൂടിക്കാഴ്ചയ്ക്കൊക്കെ അവസരം കിട്ടി അവർ ആ തരത്തിൽ ഇതിനോട് ആഭിമുഖ്യം പുലർത്തുകയാണെങ്കിൽ BJPക്ക് അതും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ക്രൈസ്തവ വോട്ടുകൾ തൃശ്ശൂരിൽ വളരെ നിർണായകമാണ്. ഞാൻ 2014 സാഹചര്യം എടുത്തു പറയുകയാണ്. അന്ന് PC ചാക്കോയാണ് മത്സരിക്കുന്നത് ഇവിടെ. PC ചാക്കോ മത്സരിക്കുമ്പോൾ PC ചാക്കോ തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിലേക്ക് മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ക്രൈസ്തവ സഭയ്ക്ക്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് അദ്ദേഹത്തോടുള്ള അതൃപ്തിയായിരുന്നു. കാരണം അദ്ദേഹം 2 തവണ MP ആയതിനെ തുടർന്ന് അദ്ദേഹം വേണ്ട രീതിയിൽ ഒരു പരിഗണന തരുന്നില്ല എന്നൊരു അതൃപ്തി വരികയും അത് അവർ പറയാതെ പറയുകയും അത് വാർത്തയാവുകയും ചെയ്തപ്പോൾ ആ ഒരു ഭീതി, അതായത് പരാജയഭീതി മുന്നിൽ കണ്ടാണ് PC ചാക്കോ ചാലക്കുടിയിലേക്ക് മാറിയതും ധനപാലൻ തൃശ്ശൂരിലേക്ക് വന്നതും. ധനപാലൻ തൃശ്ശൂരിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സഭയുടെ പിന്തുണ വേണ്ടത്ര കിട്ടി എന്ന് കരുതാനാകില്ല. അങ്ങനെ CN ജയദേവൻ ജയിക്കുന്നൊരു സാഹചര്യം. അതായത് ഇവിടുത്തെ ജയം പരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ക്രൈസ്തവ വോട്ടുകൾ വലിയ ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അവരെ ഒപ്പം കൂട്ടുവാനാവും BJP ശ്രമിക്കുക. ഒരു വലിയ വേദിയിലേക്ക് പബ്ലിക്കായിട്ട് വിളിച്ച് അവരെ പ്രതിസന്ധിയിലാക്കാനൊന്നും ഒരുപക്ഷെ BJP നിർത്താൻ തയ്യാറാകില്ല. പക്ഷേ അവർക്ക് കൺവീനിയൻ്റ് ആയ രീതിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ഒരവസരം ഒരുക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുകയായിരിക്കും പ്രായോഗികമായിട്ട് ഇവർ ചെയ്യുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. പക്ഷെ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന പോലും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ, മെത്രാപ്പൊലീത്തമാരെ അടക്കം അധിക്ഷേപിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട പരാമർശം അത് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലും. പ്രത്യേകിച്ചും BJP ലക്ഷ്യമിടുന്നത്, അതായത് തൃശ്ശൂർ നമ്മൾ നേരത്തെ അനുഭവം സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ നിർണായകമായിട്ടുള്ള വോട്ട് ബാങ്ക്, അത് ഒരു 20-25% അടുത്ത് വരുന്ന ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട്, അതിനകത്ത് ഒരു വിഭാഗത്തെയെങ്കിലും കുറച്ച് വോട്ടെങ്കിലും പിടിക്കാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ അത് കോൺഗ്രസിന് തന്നെയല്ലേ തിരിച്ചടിയാവുക. അതായത് ഈ പരമ്പരാഗതമായി ക്രൈസ്തവ വോട്ട് കോൺഗ്രസിന് അനുകൂലം അല്ലെങ്കിൽ UDFന് അനുകൂലമായി നിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ അതിലൊരു വിള്ളൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ
അത് കോൺഗ്രസിനായിരിക്കുമോ അതോ ഇടതുപക്ഷത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിഭാഗീയത അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭിന്നത അത് യഥാർത്ഥത്തിൽ ക്ഷീണം ചെയ്യുക കോൺഗ്രസ് തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് ഈ ടി എൻ പ്രതാപന്റെ ഒക്കെ, ഞാൻ തൃശ്ശൂരിലേക്ക് മാത്രം എടുത്തു പറയുന്നത്, ടി എൻ പ്രതാപന്റെ വിജയത്തിലൊക്കെ ഈ ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ട്. നമുക്ക് നിലവിൽ കേരളത്തിലെ ഒരു ക്രൈസ്തവ താല്പര്യം അല്ലെങ്കിൽ വോട്ടുകളുടെ താല്പര്യം നോക്കുമ്പോൾ അത് എപ്പോഴും UDF അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നതാണ് കാലങ്ങളായിട്ടുള്ള രീതി. മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിന് ഇടതുപക്ഷത്തേക്ക് ഒരു മാറ്റം വന്നപ്പോഴാണ് അതിലെങ്കിലും അല്പമെങ്കിലും ഷിഫ്റ്റ് വന്നിട്ടുണ്ടോ എന്നൊരു ചർച്ച ഉയർന്നിട്ടില്ല. അതല്ലെങ്കിലൊക്കെ UDFന്റെ ഏറ്റവും വലിയ ബലം ഈ സാമുദായിക വോട്ട് ബാങ്കുകൾ തന്നെയാണ്. അതിന് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കും ഈ തരത്തിൽ തന്നെയാണ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ക്രൈസ്തവ വോട്ടുകളുടെ മാറ്റം അത് തീർച്ചയായിട്ടും തൃശ്ശൂരിലെ പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസിന് തന്നെയാണ് ദോഷം ചെയ്യുക. പക്ഷേ ഇവിടെ ഈ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്ക് ഒരിക്കലും മാറാത്ത വോട്ട് ബാങ്കാണ്. കാരണം അടിയുറച്ച വോട്ടുകളാണ് ഇടതുപക്ഷത്തിനുണ്ടാവുക. അതിൽ തന്നെ ഞാനിന്നിപ്പോൾ ഇടതുപക്ഷ നേതാക്കളോട് സംസാരിക്കും, അവർ പറയുന്ന കാര്യം, എത്ര വോട്ട് സുരേഷ് ഗോപി പിടിച്ചാലും അത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ വോട്ടുകളായിരിക്കും പിടിക്കുക. കാരണം സുരേഷ് ഗോപിയുടെ പ്രചാരണ രീതിയിൽ ഏറ്റവും അധികം ആകർഷകമാണെന്ന് കോൺഗ്രസിൻ്റെ അനുകൂലികളായിരിക്കും. മാത്രമല്ല ഈ ക്രൈസ്തവ വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ടുകളായിരിക്കും ഉണ്ടാകുക. ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ അത് വലിയ മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യം വന്നാൽ ചെറിയ വോട്ടിനെങ്കിലും ഇടതുപക്ഷത്തിനായിരിക്കും ഇവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുക എന്നൊരു കണക്കുകൂട്ടലാണ് ഇടതുപക്ഷത്തിനുണ്ട്. തീർച്ചയായും കണക്കുകളുടെ കാര്യം നോക്കുമ്പോൾ അത് സാധ്യതയും ഉണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആര് മത്സരിക്കും എന്നുള്ളത് കൂടിയാണ്. സുരേഷ് ഗോപി നിലവിൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എല്ലാവരും അംഗീകരിച്ചു. ടി എൻ പ്രതാപൻ തുടരാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഥാനാർത്ഥിയായിട്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് സുനിൽകുമാറിൻ്റെ പേരൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. സുനിൽകുമാറൊക്കെ വളരെ ആളുകൾക്ക് സ്വീകാര്യനായ ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ്. അദ്ദേഹം മന്ത്രിയായപ്പോഴും യുവജന നേതാവായപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇടപെടലൊക്കെ കുറെ കൂടി സ്വീകാര്യതയുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ആ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് അനുകൂലമായി മാറിയാൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ഇവിടെ നിലനിൽക്കുകയും ചെയ്താൽ അത് ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാകും. പിന്നെ BJPയുടെ ഒരു പ്രതീക്ഷ, ഇന്നലെ ഈ നേതാക്കൾ തന്നെ വിലയിരുത്തുന്നത്, ജയിക്കുമെന്ന് കണ്ടാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. ജയിക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തി കൊടുത്താൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അത് തന്നെയാണ് വിനേഷ്. കാരണം ജയിക്കുമെന്നൊരു സാധ്യതയാണ്. പ്രത്യേകിച്ചും BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപേക്ഷിച്ച് നോക്കിയാൽ ഇത്തവണ അതിന്റെ സ്വഭാവം തന്നെ മാറി. കാരണം ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള രാജസ്ഥാൻ, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJPക്ക് വലിയൊരു പരാജയം നേരിട്ടുവെങ്കിൽ ഇത്തവണ രണ്ട് സംസ്ഥാനങ്ങളും തിരിച്ചു പിടിച്ച് BJP ഹിന്ദി ഹൃദയഭൂമിയിൽ കരുത്ത് തെളിയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതായത് ഒരു കഴിഞ്ഞ വർഷം ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നൊക്കെ രീതിയിലുള്ള പ്രചരണം ശക്തമായിരുന്നുവെങ്കിൽ ഇത്തവണ ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്നൊരു പ്രചരണം BJP ശക്തമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, പ്രത്യേകിച്ച് അയോധ്യ വിഷയം അടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും BJP വരുന്നൊരു സാഹചര്യത്തിൽ ഈ കേരളത്തിൽ, അതായത് പ്രത്യേകിച്ചും തൃശ്ശൂർ ഉൾപ്പെടുന്ന ഇവിടുത്തെ ഹിന്ദു വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ, അതായത് ഈ വീണ്ടും BJP അധികാരത്തിൽ വരുമെന്ന ഒരു പ്രതീതി ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾക്കിടയിലൊരു അനുകൂല തരംഗമുണ്ടാക്കാൻ ഏതെങ്കിലും രീതിയിൽ, അതായത് അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ ഒരു സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ടോ അല്പമെങ്കിലും? നമുക്കറിയാം, ഈ ദക്ഷിണേന്ത്യയിലെ മൊത്തം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ BJPയുടെ ഒരു സ്വാധീനം നമുക്ക് പരിശോധിക്കാം. കാരണം ആന്ധ്രയിലായാലും കർണാടകയിലായാലും തമിഴ്നാട്ടിലായാലും അവിടെ നിന്ന് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാലും ഒരു സമാനമായ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. BJP എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉത്തരേന്ത്യൻ മാതൃകയിൽ അന്ധമായി BJP അധികാരത്തിൽ വരണം എന്നും അതിലൊരു പരിധിവരെ ഞാൻ മനസ്സിലാക്കുന്ന മതവും അതുപോലെ തന്നെ വർഗീയതയും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടതാണ്. അത് BJP മുന്നോട്ട് വെക്കുന്ന ആ ഒരു രാഷ്ട്രീയ, അല്ലെങ്കിൽ ഇപ്പോൾ ഗുജറാത്ത് സംഭവത്തിന് ശേഷം മുസ്ലിങ്ങൾക്കുണ്ടായിരിക്കുന്ന അരക്ഷിതാവസ്ഥ, അതിനുശേഷം മണിപ്പൂരും മറ്റ് ഗ്രഹാം സ്റ്റെയിൻസിനെയൊക്കെ പോലുള്ള ആളുകൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഈ ക്രൈസ്തവ വിഭാഗത്തിനുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ പൂർണ്ണമായി പരിഹരിച്ച് മുഴുവൻ ക്രൈസ്തവ വോട്ടുകളും സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം BJPക്കുണ്ട്. അപ്പോൾ ഇവിടെ ക്രൈസ്തവ വോട്ടുകൾ തന്നെ നിർണായകമാണ്. പക്ഷേ ക്രൈസ്തവ വോട്ടുകൾ കുത്തിയൊലിച്ച് എല്ലാം തന്നെ BJPയിലേക്ക് കിട്ടേണ്ട ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്നൊരു 10%, 10% ഒന്നും വോട്ടുകൾ കിട്ടിയിട്ട് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കിട്ടിയിട്ട് കാര്യമില്ല. അത്രയും മാറ്റങ്ങൾ ഉണ്ടാകണം. പിന്നെ അതുപോലെ തന്നെ ഹിന്ദു വോട്ടുകൾ, അയോധ്യ പോലുള്ള ഘടകങ്ങൾ, നമ്മളെ കേരളം പോലുള്ള ഒരു മതേതര സമൂഹത്തിൽ ഈ അയോധ്യ പോലുള്ള വിഷയങ്ങൾ ഒരു പരിധിവരെ ആളുകളിൽ നിന്ന് വോട്ട് കിട്ടുമായിരിക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും, കാരണം ഈ അയോധ്യ ക്ഷേത്രം ആവുന്നത് വരെ നമുക്കറിയാം അതിൻ്റെ വിവാദങ്ങൾ ഒരുപാടുണ്ടായതും അതെല്ലാം തന്നെ കേരളത്തിൽ ഏത് രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതും നമുക്കറിയാം. അതെല്ലാം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളം പോലൊരു സ്ഥലത്ത് പൂർണ്ണമായും BJPയുടെ പെട്ടിയിലേക്ക് അങ്ങനെ ഒരു വോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ സാഹചര്യവും ചരിത്രവും പരിശോധിച്ച് കഴിഞ്ഞാൽ BJPൻ്റെ സാധ്യതകൾ വളരെ വിരളമാണ്. കാരണം രാജഗോപാൽ ജയിച്ചതുപോലും നമുക്കറിയാം, നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത പോലും രാജഗോപാൽ ആയതുകൊണ്ട്
എന്നതുകൊണ്ട്, അല്ലാതെ BJPയുടെ മാത്രം നേട്ടമായിട്ടില്ല. അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കാസർഗോഡും പാലക്കാടും ഒപ്പത്തിനൊപ്പം എത്തി. പാലക്കാട് എത്തുന്നു, തൃശ്ശൂരിലേക്ക് എത്തിയപ്പോഴത്തേക്ക് അവിടെ എല്ലാം മാറ്റം വന്നു. അങ്ങനെ ഒരു സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോൾ ഈ 140 മണ്ഡലങ്ങളിൽ ഒരു സ്ഥലത്ത് പോലും എത്താൻ കഴിയാത്ത BJPക്ക് 20 മണ്ഡലങ്ങൾ, അതായത് നമുക്കറിയാം ഒരു ലോക്സഭാ മണ്ഡലം വരുന്നത് 10 മണ്ഡലം അല്ലെങ്കിൽ 8, 9, 10 മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ വരുന്നതാണ് ഒരു ലോക്സഭാ മണ്ഡലം. തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് BJPക്ക് അത്രത്തോളം വലിയൊരു സ്വാധീനം സുരേഷ് ഗോപിക്ക് ചെലുത്താൻ കഴിഞ്ഞാൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ്. വ്യക്തമാണ്. അനുമോദും വിനേഷ് സൂചിപ്പിച്ചതുപോലെ പല ഘടകങ്ങളുണ്ട് BJPക്ക് തൃശ്ശൂർ എടുക്കണമെങ്കിൽ. എന്തായാലും നാളെ നരേന്ദ്രമോദി തൃശ്ശൂരിൽ മഹിളാ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ അത് എത്രത്തോളം BJPക്ക് കേരളത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും, വനിതാ വോട്ടർമാരിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കാത്തിരുന്ന് കാണാം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.